മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 5 പേരെ കൂട്ടക്കൊല ചെയ്ത അഫാൻ എന്ന കൊടും ക്രിമിനൽ. അവനെക്കുറിച്ച് ഇന്നലെ പുറത്തു വന്ന ചില വാർത്തകൾ നമ്മെ അത്ഭുതപ്പെടുത്തി കളയും. ജയിലിനുള്ളിൽ കിടന്ന അഫാൻ ഇക്കഴിഞ്ഞ ദിവസം ചില പോലീസ് ഉദ്യോഗസ്ഥരോട് തനിക്ക് തെറ്റുപറ്റിയെന്ന് തുറന്നു പറഞ്ഞുവത്രേ. എന്നിട്ടവൻ ഉറക്കെ കരഞ്ഞു. എനിക്കെൻ്റെ മാതാപിതാക്കളെ കാണണമെന്ന് പറഞ്ഞ് അവൻ വാശി പിടിക്കുന്നു. ഈ വാർത്ത പിന്നീട് സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലുമൊക്കെ വലിയ വൈറലായി. 5 പേരെ കൊന്ന ഒരു കൊടും ക്രിമിനലാണ് എന്നെല്ലാവരും മറന്നുപോകുന്നു. ആദ്യ ദിവസങ്ങളിൽ അഫാൻ്റെ നാടകം പലതും നമ്മൾ കണ്ടതാണ്. ബറോട്ടയും ചിക്കനുമില്ലാതെ അവന് ഭക്ഷണം ഇറങ്ങില്ല. കിടക്കാൻ പായയില്ലാതെ അവൻ രാത്രിയിൽ ഉറങ്ങില്ല. കട്ടൻ കാപ്പി കുടിക്കാതെ അവൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കില്ല. പുറത്തിറങ്ങി തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോൾ അവന് 4 മണിയായാൽ ചായ വേണം. ഇതൊക്കെ പോരാഞ്ഞ് പോലീസ് സ്റ്റേഷനുള്ളിൽ പോലീസ് കാവലിൽ നിൽക്കുമ്പോൾ അവൻ ശുചിമുറിയിൽ കയറി താഴേക്ക് വീണ് മരണം അഭിനയിക്കുന്നു. എന്തൊക്കെ നാടകങ്ങളാണ്! തുടക്കം മുതൽ ദുരൂഹതയുടെ ഒരു കൂമ്പാരം തന്നെയാണ് അഫാൻ. അഫാനെ ഇത്രയധികം ദുഷ്ചെയ്തികളിലേക്ക് തള്ളിവിട്ടത് അഫാൻ്റെ ഉമ്മ ഷെമിയെക്കുറിച്ച് എത്രയെത്ര വാർത്തകൾ നമ്മൾ കേട്ടു. ഏറ്റവും ഒടുവിൽ അഫാന് മാനസാന്തരമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. പിന്നീടത് മാധ്യമങ്ങളൊക്കെ ഏറ്റുപിടിക്കുന്നു. അഫാന് മാനസാന്തരമുണ്ടായാൽ അവന് കൊള്ളാം. എന്തായാലും അത്തരം മാനസാന്തരത്തിൻ്റെ പേരിൽ അവന് കൂടുതൽ ഇളവുകൾ നൽകേണ്ടതില്ല. അവൻ കൊടും കുറ്റവാളിയാണ്. 5 പേരെ കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനൽ. അവൻ അർഹിക്കുന്ന ശിക്ഷ തന്നെ അവന് നേടിക്കൊടുക്കണം. അഫാൻ്റെ ഒടുക്കത്തെ അടവുകളാണ് ഇപ്പോൾ പുറത്തു കാണുന്നത് എന്ന് ചിലർ തുറന്നു പറയുന്നു. ഇതൊക്കെ കണ്ട് അവനോടുള്ള സിമ്പതി വളർത്തരുത്. പ്രവാസി മലയാളിയായ റഹീം മനസ്സ് തകർന്ന് ഹൃദയം പൊട്ടി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും മലയാളിയുടെ ഉള്ളിലുണ്ട്. പിന്നീട് അയാൾ നെഞ്ചുപൊട്ടി കുടുംബത്തിൽ നടന്ന ഈ കൊടും ക്രൂരതകൾ എണ്ണി മാധ്യമപ്രവർത്തകരോട് പോലും വിവരിച്ചു. എനിക്ക് അഫാനെ ഇനി കാണണ്ട എന്നായിരുന്നു പിതാവ് പറഞ്ഞത്. തലയോട് അടിച്ചു പൊളിച്ച് മരണത്തെ മുഖാമുഖം കണ്ട അഫാൻ്റെ ഉമ്മ ഷെമി തുടക്കം മുതൽ പച്ചക്കള്ളങ്ങൾ വിളമ്പി. താൻ കട്ടിലിൽ നിന്ന് താഴെ വീണാണ് തലയ്ക്ക് പരിക്കേറ്റത്, പിന്നീടൊന്ന് എഴുന്നേറ്റപ്പോൾ വീണ്ടും വീണു എന്നൊക്കെയാണ് അവർ പച്ചക്കള്ളം വിളമ്പിയത്. തുടക്കം മുതൽ അഫാനെ കാണണമെന്നവർ വാശി പിടിച്ചു. അഫാനെ പരിപൂർണമായി രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എൻ്റെ മൂത്ത മോനെ ജയിലിൽ നിന്നിറക്കാൻ നിങ്ങൾ സഹായിക്കുമോ എന്ന് പച്ചയ്ക്ക് വിളിച്ചു ചോദിക്കുന്നു. എന്നാൽ ഒടുവിൽ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവർ പതറി. 35 ലക്ഷം രൂപ ഭർത്താവിനെ ഒളിപ്പിച്ച കടം, അതാണ് പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കമെന്ന് പോലീസിനൊടുവിൽ അവർ മൊഴി കൊടുത്തു. അഫാൻ തന്നെയാണ് തൻ്റെ തലക്കടിച്ചത്. ഇത്രയധികം ആളുകളെ കൊന്നിട്ട് വെറും കടത്തിൻ്റെ പേരിലാണ് അവരെയൊക്കെ കൊന്നെറിഞ്ഞത് എന്ന് പോലീസും ആവർത്തിക്കുന്നു. ഇതൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങാൻ മലയാളികളത്ര മരയുളകളല്ല. അഫാനെക്കുറിച്ച് ഇനിയും പോലീസ് അന്വേഷിക്കണം. ആ കുടുംബത്തിൻ്റെ പിന്നാമ്പുറ കഥകളും തിരക്കണം. കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ കുടുംബത്തിൻ്റെ നാഥൻ ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അവർക്കൊരു വീട് വെച്ച് കൊടുക്കുമെന്ന്. അതവർ അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. കറുത്ത മനസ്സുള്ളവരെ വീണ്ടും പുറത്തേക്ക് ഇറക്കിവിട്ട് കൊടിയ ദുരന്തങ്ങൾ ഇരന്നു വാങ്ങരുത് എന്ന് മാത്രമേ നമുക്ക് നിയമ സംവിധാനങ്ങളോട് പറയാൻ കഴിയൂ. ഇന്നലെ പിതാവിനെയും അഫാനെയും ഒരുമിച്ചിരുത്തി പോലീസ് ചില ചോദ്യം ചെയ്യലുകൾ നടത്തി. അതിനിടയിൽ പിതാവിന് മുന്നിൽ അഫാൻ പൊട്ടിക്കരയുന്നു. എന്നിട്ട് പിതാവിനോട് തനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞുള്ള നാടകം. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ വലിയ സാമ്പത്തിക ബാധ്യത തന്നെയാണ് കാരണമെന്ന് അഫാൻ ഇന്നലെയും ആവർത്തിച്ചു. കാരണം അവന് എന്തു പറയണമെന്ന് കൃത്യമായി അറിയാം. എല്ലാം പഠിച്ചു വെച്ച് സമർത്ഥമായ മൊഴിയാണ് അവൻ ഓരോ വട്ടവും നൽകുന്നത്. പിതാവിനോടും അത് അവൻ ആവർത്തിച്ചു. എല്ലാം നീ തകർത്ത് കളഞ്ഞല്ലോടാ എന്ന് പറഞ്ഞ് റഹീം അവന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു. എന്നാൽ അമ്മയും ഇളയ സഹോദരനും തെണ്ടുന്നത് കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് അവരെ കൊന്നത് എന്ന് അഫാൻ ഒരു ഉളുപ്പുമില്ലാതെ പിതാവിനോട് പറയുന്നു. അഫാൻ്റെയോ അമ്മയുടെയോ കയ്യിൽ 1 രൂപ പോലും ഉണ്ടായിരുന്നില്ല. കടത്തിന്മേൽ കടം കയറി നിൽക്കുമ്പോഴും അഫാൻ 1.5 ലക്ഷത്തിൻ്റെയും 60,000-ൻ്റെയും ഒക്കെ ബൈക്കുകൾ വാങ്ങിക്കൂട്ടി. 10-35 ലക്ഷം രൂപ കടം വാങ്ങി ആ കടം പലരിൽ നിന്നായി തിരികെ വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും വീട്ടിൽ ഭക്ഷണം വയ്ക്കാറില്ല ഷെമി. പുറത്തുനിന്ന് വാങ്ങുന്ന ഭക്ഷണം മാത്രമേ അഫാൻ കഴിക്കൂ. ഇത് തന്നെ അനുജനും കൊടുക്കും. ഇത് മാത്രവുമല്ല, ഷെമിയെ സംബന്ധിച്ച് മറ്റ് ചില സാമ്പത്തിക ഇടപാടുകളുമുണ്ട്. ഇതൊക്കെ പോലീസ് കൃത്യമായി അന്വേഷിച്ച് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതൊന്നും മനസ്സിലാവാതെ ഒന്നും തിരിയാതെ മുകളിലേക്ക് നോക്കി നിസ്സംഗരായി നിൽക്കുകയാണ് റഹീം. ഷെമിയോട് ഇനി കൂടുതൽ ചോദിച്ചവളെ
ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് നിസ്സഹായതയോടെ പറയുന്ന ഒരു പ്രവാസി മലയാളി. ഇത്തരം ഒരുപാട് പ്രവാസി മലയാളികൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളൊക്കെ വലിയ ദുരിതത്തിലാണ് കഴിയുന്നതും. അതുകൊണ്ട് ഒരുത്തൻ ചുറ്റികയും എടുത്ത് ഓരോരുത്തരെയായി തലക്കടിച്ച് വീഴ്ത്തില്ല. ഇവിടെ നമ്മൾ അഫാൻ്റെ ഉമ്മ ഷെമിയുടെ ചില പ്രവർത്തനങ്ങളും വിലയിരുത്തണം. ഷെമി അനുജനായ അഫ്സാനെ കൊണ്ട് യൂട്യൂബിലൊക്കെ ചില വീഡിയോകൾ പരിശോധിച്ചു. കൂട്ട ആത്മഹത്യയ്ക്ക് നമുക്ക് മരിക്കാമെന്ന ആ വിഷം അഫാൻ്റെ തലയിൽ കുത്തിവെച്ചത് ഇതേ ഉമ്മ ഷെമി തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ ഓരോരുത്തരെ നിർദ്ദയം കൊന്നെറിഞ്ഞത്. കൊല നടക്കുന്നതിന് തലേ ദിവസം കാമുകിയിൽ നിന്ന് 200 രൂപ കടം വാങ്ങി. അതിൽ 100 രൂപയ്ക്ക് വണ്ടിക്ക് പെട്രോൾ അടിച്ചു. തുടർന്ന് ഉമ്മയും കൊണ്ട് 50,000 രൂപ കടം വാങ്ങാൻ ബന്ധുവീടുകളിലേക്ക് പോയി. 100 രൂപയ്ക്ക് അഫാനും ഉമ്മയും ഒരു കടയിൽ കയറി ദോശയും കഴിച്ചു. തിരികെ വരുമ്പോൾ 1 രൂപയില്ല. ഇതിനിടയിൽ 50,000 രൂപ ചില ബന്ധുവീടുകളിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ നടത്തിയ അധിക്ഷേപം. രക്ഷയില്ലാതെയാണ് താൻ ഓരോരുത്തരെയായി കൊന്നത് എന്ന് അഫാൻ ഇതാ പിതാവ് റഹീമിനോടും ആവർത്തിക്കുന്നു. എന്നാൽ എന്തിനാണ് തൻ്റെ സഹോദരനെയും ഭാര്യയെയും കൊന്നത്, എന്തിനാണ് തൻ്റെ ഉമ്മയെ കൊന്നത് എന്ന റഹീമിൻ്റെ ചോദ്യത്തിന് പക മൂലമാണ് എന്ന് അഫാൻ മറുപടി പറയുമ്പോൾ അവൻ്റെ അഭിമാനം എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ദുരഭിമാന കൊലയൊന്നുമല്ല. അതിലപ്പുറം കൊടും പക എവിടെയൊക്കെയോ ഒളിച്ചിരിപ്പുണ്ട്. ഇതുവരെ പുറത്തു വരാത്ത എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ കൊടും ക്രൂര കൊലപാതകങ്ങൾക്ക് പിന്നിലുണ്ട്. അഫാൻ്റെ രാത്രി സഞ്ചാരങ്ങൾ എവിടെയായിരുന്നു എന്ന കാര്യത്തിൽ ചില ദുരൂഹതകൾ ആദ്യം പറഞ്ഞ പോലീസ് പിന്നീട് അതൊക്കെ വിഴുങ്ങി. അഫാൻ്റെയും ഉമ്മ ഷെമിയുടെയും ഈ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ മറുവശത്ത് കോഴിക്കോട് മറ്റൊരു വാർത്ത കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. മിനി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ സ്വന്തം മകനെ പിടിച്ച് പോലീസിലേൽപ്പിച്ച ആ സംഭവം. എലത്തൂരിൽ ലഹരിക്കടിമപ്പെട്ട മകനെ പോലീസിന് പിടിച്ചേൽപ്പിച്ച ആ അമ്മ മിനിയുടെ വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ നമ്മെ നടുക്കിക്കളയുന്നത്. താൻ നേരിട്ട അനുഭവങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് ആ പെറ്റമ്മ. ഇനിയൊരു കുടുംബത്തിലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ താൻ നേരിട്ട അനുഭവങ്ങൾ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് അമ്മ പറയുന്നത്. മകൻ രാഹുലിനെ രക്ഷിക്കാൻ തങ്ങൾ എല്ലാ മാർഗങ്ങളും നോക്കി. കൂട്ടുകെട്ടുകൾ വീണ്ടും മകനെ മയക്കുമരുന്നുകളുടെ പിടിയിലാക്കുകയായിരുന്നുവെന്നാണ് അമ്മ മിനി പറയുന്നത്. എല്ലാവരെയും കൊല്ലുമെന്ന് നേരത്തെ രാഹുൽ പറയാറുള്ളതുകൊണ്ട് മകൻ വീട്ടിലുള്ളപ്പോൾ ചെറിയ ശബ്ദം കേട്ടാൽ പോലും തങ്ങൾക്ക് ഭയമാണ് എന്ന് രാഹുലിൻ്റെ പിതാവ് പറയുന്നു. ശരിക്കും ഉറങ്ങിയിട്ട് നാളുകളായി. എന്താണ് ചെയ്യുക എന്നറിയില്ലല്ലോ. ലഹരിക്കടിമയായ മകൻ കാരണം ഇത്രയും നാൾ എന്തുമാത്രം പ്രാണഭയത്തിലാണ് തങ്ങൾ ജീവിച്ചത് എന്നവർ വിശദീകരിക്കുമ്പോൾ അത് കേട്ട് സ്തബ്ധരായി നിൽക്കാനേ നമുക്ക് കഴിയൂ. എലത്തൂർ SK ബസാറിലെ രാഹുലിൻ്റെ അച്ഛൻ രാധാകൃഷ്ണൻ നടുക്കത്തോടെയാണ് താൻ നേരിട്ട ദുരനുഭവങ്ങൾ പറഞ്ഞത്. എന്നാൽ സ്വന്തം പെറ്റമ്മ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാഹുൽ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ചികിത്സ നടത്തി തങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. പല കോഴ്സുകൾക്ക് വിട്ടു. ഗൾഫിൽ ജോലിക്ക് പറഞ്ഞയച്ചു. വീണ്ടും അവൻ ലഹരിയുടെ ലോകത്തേക്ക് തന്നെ കുത്തി വീണു. വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യ സ്ഥിരം മർദ്ദിക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള അക്രമങ്ങൾ വീട്ടിൽ കാണിച്ചുകൂട്ടി. ഒരു ദിവസം MDMA ഉപയോഗിച്ച് സ്വന്തം കൈ മുറിച്ചതിന് ശേഷം ഉന്മാദാവസ്ഥയിൽ ബന്ധുവായ ഒരു കൊച്ചുകുട്ടിയെ ആക്രമിച്ചു. അത് പോക്സോ കേസായി മാറി. രാഹുൽ ജയിലിലാവുകയും ചെയ്തു. 9 മാസത്തോളം അവൻ ജയിലിൽ കിടന്നു. പിന്നീട് ഞങ്ങളെ കരഞ്ഞ് കാലുപിടിച്ച് പറഞ്ഞു എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന്. സ്വന്തം മകനല്ലേ, മാനസാന്തരം വന്നു കാണും എന്ന് കരുതി കഴിഞ്ഞ ഏപ്രിലിൽ തങ്ങൾ അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം രാഹുൽ എറണാകുളത്തേക്കെന്ന് പറഞ്ഞ് പോയി. കുറേ കാലം ഒരു ബന്ധവുമില്ലായിരുന്നു അവനുമായി. പിന്നീടാണ് അറിയുന്നത് ലഹരി ഉപയോഗിക്കാൻ വാഹനം മോഷ്ടിച്ചതിന് 3 മാസം ജയിലിലായിരുന്നുവെന്ന്. ഡിസംബർ 6-ന് അവൻ വീട്ടിൽ തിരിച്ചു വരുന്നു. തൻ്റെ പേരിൽ 6 കേസുകളുണ്ടെന്നും അതെല്ലാം വാറണ്ടായി കിടക്കുകയാണെന്നും പോലീസിനോട് പറയരുതെന്നും പറഞ്ഞു. മകൻ നന്നായെന്ന് കരുതി പോലീസിനെ വിവരം അറിയിച്ചില്ല. കുറച്ച് ദിവസം പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നീട് ഇടയ്ക്ക് പണം ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ ബഹളമുണ്ടാക്കും. അങ്ങനെ പതിയെ പതിയെ പഴയ അക്രമ സ്വഭാവത്തിലേക്ക് മാറി. പുറത്തുപോയി വരുമ്പോൾ വല്ലാത്ത അവസ്ഥയിൽ അതിൻ്റെ ലഹരിയിൽ അക്രമം കാണിക്കും. എല്ലാം കണ്ടും കേട്ടും ഒരുവിധം സഹിച്ചു നിന്നു. 2 ആഴ്ച മുൻപ് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കിയപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. കഴുത്തിൽ ബ്ലേഡ് വെച്ച് അവൻ മരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. അതോടെ ഞാൻ പിൻവാങ്ങിയെന്ന് അമ്മ മിനി. വ്യാഴാഴ്ച TV കാണുന്നതിനിടയിൽ അവനെ ഞങ്ങൾ കളിയാക്കുകയാണ് എന്നവൻ കരുതി പെട്ടെന്ന് എഴുന്നേറ്റു. പ്രായമായ അമ്മയെ അടിക്കാനൊരുങ്ങിയപ്പോൾ ഞാൻ മുന്നിൽ കയറി നിന്നു. പിന്നെയാണ് അവൻ പറയുന്നത് 4 മാസം കാലാവധി, താൻ എല്ലാവരെയും ഒരുമിച്ച് കൊല്ലും, എന്തായാലും ജയിലിൽ പോകും, കൊന്നിട്ടേ പോകൂ എന്നൊക്കെ.
വിദേശത്ത് നേഴ്സായി ജോലി നോക്കുന്ന മകൾ അടുത്ത മാസം നാട്ടിൽ തിരികെ വരാനിരിക്കുന്നു. അപ്പം അവളെ കൂടി വകവരുത്താനാണ് അവൻ്റെ ഉദ്ദേശം. ഭയന്നുപോയി. ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെ അടക്കം എല്ലാവരെയും ഇല്ലാതാക്കുമോ എന്ന ഭയം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞാൻ ഭർത്താവിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അവൻ അകത്ത് കിടക്കട്ടെ, അതാണ് നല്ലത്. പോലീസിനെ എത്രയും പെട്ടെന്ന് വിവരമറിയിക്കുക. അങ്ങനെ മുത്തശ്ശിയെയും സഹോദരിയെയും സഹോദരിയുടെ കുഞ്ഞിനെയും ഉൾപ്പെടെ വീട്ടുകാരെ മുഴുവൻ കൂട്ടത്തോടെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സ്വന്തം മകൻ രാഹുലിനെ പിടിച്ചുകൊണ്ടുപോകാൻ പോലീസിനോട് പറയുന്നത് സ്വന്തം അമ്മ മിനി. മയക്കുമരുന്നിന് അടിമയായ മകനെ ഒടുവിൽ ഗതികെട്ട അമ്മ പോലീസിന് പിടിച്ചുകൊടുത്തു. ഒട്ടേറെ കേസുകളിൽ പ്രതികെട്ട പുള്ളിയാണ് എലത്തൂർ വാളിയിൽ രാഹുൽ എന്ന 26-കാരൻ. വീട്ടിൽ ഉറങ്ങുന്നതിനിടയിൽ വെള്ളിയാഴ്ച രാവിലെ അമ്മ പോലീസിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പോലീസ് എത്തിയതോടെ വീണ്ടും അവൻ കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാശ്രമം നടത്തി. മാധ്യമങ്ങൾ വന്നാലേ താൻ ഒപ്പം പോരൂ എന്ന് പോലീസിനോട് പറഞ്ഞു. ഒടുവിൽ അതിനും സൗകര്യമൊരുക്കി അവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോകുമ്പോഴും എല്ലാവരെയും കൊന്നിട്ടേ താൻ ജയിലിൽ പോകൂ എന്നവൻ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. 15 വയസ്സ് മുതൽ രാഹുൽ ലഹരി ഉപയോഗിക്കുന്നു. പോക്സോ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം പലയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു. സമീപവാസികളായൊന്നും അവന് വലിയ അടുപ്പമില്ല. ചെറുപ്പം മുതൽ അങ്ങനെയാണ്. ഒരു പ്രത്യേക സ്വഭാവം. പണം ചോദിച്ച് നൽകാതിരുന്നാൽ പിന്നീട് വലിയ കലിപ്പാണ്. ഇനി പണം എന്തിനാണ് എന്ന് ചോദിച്ചാൽ വല്ലാത്ത പക. ഷെമി അവളറിയാതെ സ്വന്തം മകനെ ഒരു കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു. എന്നാൽ മകൻ്റെ കൈവിട്ട പോക്ക് കൃത്യമായി മനസ്സിലാക്കിയ ആ മാതാവും മിനിയും ആ പിതാവും അപ്പോൾ തന്നെ പോലീസിനെ പിടിച്ച് സ്വന്തം മകനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. എന്നാൽ അഫാനെ താങ്ങി ഇപ്പോഴും നടക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക, ഒരു കൊടും ക്രിമിനലിനെയാണ് ചിലർ ഇവിടെ വെള്ളപൂശുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.